अरब सागर में हाल में हुए यमी चैम प्लूटो पर ड्रोन हमले और कुछ पहले लाल सागर में यमी साईं बाबा पर हुए हमले को भारत सरकार ने बहुत ही गंभीरतापूर्वक लिया है। भारतीय नौसेना ने समुद्र की निगरानी बढ़ा दी है। जिन्होंने भी इस हमले को अंजाम दिया है उन्हें हम सागर तल से भी ढूंढ निकालेंगे और उनके खिलाफ कठोर कार्रवाई की जाएगी। मैं यह आपको आश्वस्त करना चाहता हूं। നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഭാരതവുമായി ബന്ധപ്പെട്ട് ഏതൊരു കപ്പലിനെയും ആരക്രമിച്ചാലും ആ അക്രമികളെ കടലിന്റെ അടിത്തട്ടിലാണെങ്കിലും അവിടെ പോയിട്ട് പൊക്കിയിരിക്കുമെന്ന് ഈ ഒരു പ്രസംഗമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹൂത്തി പ്രേമികളുണ്ടല്ലോ, അവരൊക്കെ തന്നെ വളരെ വലിയ പുച്ഛഭാവത്തോടെയായിരുന്നു ഈ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതിൽ. എന്നാലേ ഈ ഒരു പുച്ഛഭാവമുള്ള സകല ആളുകളും എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് ഇരുന്നു കൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇദ്ദേഹം ഇത് പ്രസംഗിച്ച സമയത്ത് തന്നെ നമ്മുടെ ചെങ്കടലിലും അതേപോലെ തന്നെ അറബിക്കടലിലും നമ്മുടെ രാജ്യത്തിൻ്റെ നാവികസേന കപ്പലുകളായിട്ടുള്ള 4 യുദ്ധക്കപ്പലുകൾ അണിനിരത്തിയിരുന്നു. ഏത് ഹൂത്തികൾ വന്നാലും അവരുടെ അന്ത്യം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു വലിയ വിഷയമുണ്ടായിട്ടുള്ളത്. ഏതൊരു ഭാരതീയനും അഭിമാനത്തോടു കൂടി തന്നെ കേൾക്കാൻ സാധിക്കുന്നതും സൊമാലിയൻ തീരത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കടൽ കൊള്ളക്കാരെ ലൈബീരിയൻ പതാകയുള്ള ചരക്ക് കപ്പലിനെ ആക്രമിക്കുന്നു എന്ന സന്ദേശം ബ്രിട്ടീഷ് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നാവികസേന സംവിധാനങ്ങളിലേക്ക് അറിയിച്ച സമയത്ത് നമ്മുടെ നാവികസേന നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായിട്ടുള്ള INS ചെന്നൈ ഇത് പറയുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊക്കെ ഒരുപാട് ആളുകൾക്ക് വളരെ വലിയ പുച്ഛമാണല്ലോ. നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരൊക്കെ തന്നെ തല കുനിച്ചുകൊണ്ടും കേട്ടുകൊള്ളൂ. ഈ INS ചെന്നൈ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായിട്ടുള്ള ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. 350 സൈനികരുൾപ്പെടെ സകല സംവിധാനങ്ങളുമുള്ള ഈ INS ചെന്നൈ തന്നെയാണ് ഈ കടൽ കൊള്ളക്കാരുടെ അടുത്തേക്ക് നീക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ എണ്ണം പറഞ്ഞിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മറൈൻ കമാൻഡോസ്, അതായത് മാർക്കോസ് എന്നറിയപ്പെടുന്ന പർവ്വതത്തിലും കടലിലും കരയിലും ഒരേപോലെ ആക്രമിച്ച് മുന്നേറാൻ കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ കമാൻഡോസാണ് ഈ കടൽ കൊള്ളക്കാരെ തുരത്തി ഓടിച്ചിട്ടുള്ളത്. ഒരാൾ പോലുമില്ലാതെ സൈന്യം വന്ന സമയത്ത് തന്നെ തടിയെടുത്ത് കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാവികസേനയുടെ ഈ നീക്കത്തെ ലോകം വളരെ ശ്രദ്ധയോടെയാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു വിഷയമൊക്കെ സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാവികസേനയുടെയും ഒക്കെ മികവ് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതേപോലെ കടൽ കൊള്ളക്കാരെ തുരത്തി ഓടിച്ചിരിക്കുന്നു. നമ്മുടെ ഭാരതം കരയാണെങ്കിലും കടലിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിസുരക്ഷതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഏതൊരു ഭാരതീയനും വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഈ വിഷയത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇതൊക്കെ ഹൂത്തി പ്രേമികളൊക്കെ എങ്ങനെ സഹിക്കുമെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അഭിമാനകരം തന്നെയാണ്.